എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ മെഡിറ്റേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തോ എന്ന് വിചാരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പോക്കും എല്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം കേട്ടോ. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ രീതികളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ക്യാപ്ഷൻ കണ്ടല്ലോ അല്ലേ? അത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ഫിയർ എന്നുള്ള ഒരു ഇതാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനാണ് കേട്ടോ. അതായത് TFAR. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും നമ്മുടെ ലൈഫാണത്. ആ ഒരു ലൈഫിൽ നിന്ന് ഇതാണ് ശരിക്കും നമ്മുടെ ലൈഫിലെ ഒരു ഇക്വേഷനാണത്. ശരിക്കും ഇപ്പോൾ ആ ഒരു ഇക്വേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഇക്വേഷൻ മാറ്റി പുതിയൊരു ഇക്വേഷനിലേക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് വിചാരിക്കണം. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ നമ്മളെപ്പോഴും വിചാരിക്കും എൻ്റെ കൂടെയുള്ള ആൾക്കാരൊന്ന് മാറിയിരുന്നെങ്കിൽ. നമ്മളെപ്പോഴും അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് അല്ലേ? കൂടെയുള്ള ആളൊന്ന് മനസ്സിലാക്കണം, കൂടെയുള്ള ആൾ എന്നെ കേൾക്കണം. നമ്മളിങ്ങനെയൊക്കെ വിചാരിച്ച് ആ ഒരു ചിന്തയിൽ തന്നെയാണ് നമ്മളുടെ ഓരോ ദിവസവും തീർന്നു പോകുന്നതും നമ്മുടെ ലൈഫിൽ കുറേ വർഷങ്ങളില്ലാതായി പോകുന്നതൊക്കെ ആ ഒരു ചിന്തയിലാണ്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ, ഒരു സ്ട്രെസ് ഫീലിങ്ങിലൊക്കെ വന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മനസ്സിലാക്കും അതൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മാറണം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ മാറണം. നമ്മുടെ മൈൻഡിൻ്റെ ഒരു വൈബ്രേഷൻ ഹൈ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്താരീതികളൊക്കെ മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ നമുക്കെല്ലാവരെയും ഒന്ന് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ TFAR എന്നുള്ള ഒരു ഇക്വേഷൻ. TFAR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T means thoughts, F means feelings, A means actions, R for result. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ശരിക്കും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. T for thoughts, അതായത് നമ്മളുടെ ചിന്തകൾ. F എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളാണ് ഫീലിങ്സ് ആയിട്ട് മാറുന്നത്. അതായത് നമ്മളിപ്പോൾ ചെറുപ്പത്തിലേ തൊട്ടേ നമുക്ക് കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ നിന്ന് തൊട്ടേ നമ്മളുടെ കൂടെയുള്ള നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, നമ്മൾ ആരുടെ കൂടെയാണോ വളർന്നു വന്നത് അവർ നമ്മുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് തോട്ട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് തോട്ട്സാണ്. എന്നോട് എപ്പോഴും പറയായിരുന്നു, ഈ പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, മോശമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പിന്നെ ജീൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചീത്തയാണ്, ചെറുപ്പത്തിൽ ഡ്രൈവിങ് പെൺപിള്ളേർക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു കാര്യം, പെൺകുട്ടികൾ ഒരിക്കലും എതിർത്ത് സംസാരിക്കരുത്, പിന്നെ ഉറക്കെ സംസാരിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഇതൊന്നുമല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കിട്ടിയിട്ടുള്ള ഈ അറിവുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമേ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് തോട്ട്സ് ഉണ്ടല്ലോ, ആ തോട്ട്സ് ഒരു പേപ്പറിൽ എഴുതി വെക്കണം. അതായത് നമുക്ക് വേണമെങ്കിൽ മൈൻഡിൽ ചിന്തിക്കാം, പക്ഷേ ആ മൈൻഡിൽ ചിന്തിക്കുമ്പം അത് കുറച്ച് നമ്മൾ വിട്ടുപോയി എല്ലാ പോയിൻറ്റ്സും കറക്റ്റായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ എഴുതി വെക്കുക, എന്നിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ചിന്തകളാണ് നമ്മളുടെ ഫീലിങ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ ഇങ്ങനെ കേട്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് ഉറക്കെ സംസാരിക്കരുത്, പെൺകുട്ടികൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ ചിന്തിച്ച് എൻ്റെ ഒരു ചിന്ത അതായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ പല പ്രശ്നങ്ങൾ വന്നപ്പം, പ്രശ്നങ്ങൾ എന്നുള്ളപരി ഞാൻ MBA ഒക്കെ ജോയിൻ ചെയ്തിരുന്നു. അപ്പം നമുക്ക് സെമിനാർ എടുക്കണമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മൾ നല്ല ഉറക്കെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ഫ്രണ്ടിൽ നിന്ന് സെമിനാർ ചെയ്യണം. അപ്പോൾ ഒരു ടോപ്പിക്ക് തരും, അതിനെക്കുറിച്ച് നമ്മൾ അവിടെ നിന്ന് സംസാരിക്കണം. കുറേ ആൾക്കാർ ഫ്രണ്ടിലുണ്ടാവും. എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. എനിക്കപ്പോൾ മനസ്സിലായി തുടങ്ങി എന്നെ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എന്നെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ എനിക്ക് അവിടെ എന്നെ മെൻറ്റർ ചെയ്യാനായിട്ട് ദീപ എന്ന് പറയുന്നൊരു മിസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ ആ ഒരു മിസ്സിനെ മറക്കത്തില്ല. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ ഞാൻ ഇപ്പം കുറേ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുന്നത്, പക്ഷേ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒന്നും അല്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു സ്റ്റഡി ടൈമിലൊക്കെ ഞാൻ അങ്ങനെയുള്ള ഒരാളെ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്ന് വെച്ചാൽ ലുക്ക് വൈസും ആളുടെ വസ്ത്രധാരണമൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ബോൾഡ് ലുക്കാണ്. സംസാരമാണെങ്കിൽ ഒരാളുടെ മുന്നിൽ ധൈര്യമായിട്ട് നിന്ന് നല്ല ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ മാമിനോട് സംസാരിച്ചപ്പോൾ മാം ആണ് ഫസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നത്, അങ്ങനെയല്ല,
നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻറ്റോടെ ആരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഉള്ള ഒരു ഇത് വേണം. അപ്പോൾ MBA നമുക്കിങ്ങനെ കുറേ ഗ്രൂമിങ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ കുറേയൊക്കെ മാറി തുടങ്ങി. അങ്ങനെ ഞാൻ എനിക്ക് ഇങ്ങനെ സെമിനാറും കാര്യങ്ങളും ഒരു ടോക്കൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും ഫ്രണ്ടിൽ ചെയ്യാൻ തുടങ്ങി. പതുക്കെ എൻ്റെ ആ ഒരു പേടി മാറി. ഈവൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളും ഞാനങ്ങനെ ഒരു ഒതുങ്ങിയൊരിതാണെന്നുണ്ടെങ്കിൽ അവൾ നന്നായിട്ട് ഒരുപാട് നന്നായിട്ട് ഒരു സെമിനാർ കാര്യങ്ങൾ എടുക്കാനായിട്ടൊക്കെ അവൾക്ക് നന്നായിട്ട് പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാൻ മാറി തുടങ്ങി. അപ്പം പതുക്കെ ആ ചിന്ത തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിലുപരി എനിക്ക് ഓരോ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായപ്പോഴൊക്കെ എനിക്കിങ്ങനെ പറ്റില്ല, അങ്ങനെ വേണം, എനിക്കിത് ഇഷ്ടമല്ല, ഒരു നോ പറയാൻ പോലും എനിക്കറിയില്ല എന്നുള്ളൊരു രീതിയായിപ്പോയി. അപ്പം ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു യൂസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പം ആര് പറഞ്ഞു തന്നോ ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ പേരൻസ് അവരുടെ ആ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നതാണ്, അത് തന്നെയാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഇത്രയും നാളും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു തോട്ട്സ്, അതാണ് നമ്മുടെ ഫീലിങ്സ് ആയിട്ട് വരുന്നത്. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കും. ആ ഒരു രീതിയിലാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലും. നമ്മുടെ കുഞ്ഞുങ്ങളിലും ആ ഒരു ചിന്തകൾ ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്യും. ഞാനൊരിക്കലും എന്നോട് പലരും പറഞ്ഞു തന്ന കാര്യങ്ങൾ അതാണ് ശരിയെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മക്കൾക്ക് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടേ ഇല്ല. അപ്പം ഇപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് കേട്ടതാണ് കേട്ടോ. അതായത് ഈ ഗ്രാൻഡ് പേരൻസ് അല്ലെ പേരൻസ് എൻ്റെ എന്നല്ല പറയുന്നത്, വേറെ പല ആൾക്കാരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അത് അവർ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. സോ ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു മുട്ടയോ പാലോ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളിതൊന്നും കൊടുത്തിട്ടല്ല ഇവരെ വളർത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പം അതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർ ചിലവരത് ശരിയാണെന്ന് ഓർത്ത് ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങും, ചിലവരതല്ല എന്നുള്ളത് പറയാനുള്ളൊരു ബോൾഡായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാകും. ചിലവരത് ഫോളോ ചെയ്യുന്നവരുണ്ട് പേടിച്ചിട്ടാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. അത് കറക്റ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ റീപ്രോഗ്രാം ചെയ്ത് വെക്കാനുള്ള ഒരു രീതി നമ്മൾ നോക്കണം. അതാണിപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ട്സ് എല്ലാം ഫീലിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൊച്ചുനാളിലെ തൊട്ടേ കിട്ടിയിട്ടുള്ള ആ ഒരു തോട്ട്സ് എന്താണോ അത് ഫീലിങ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ആൻഡ് അതാണ് ആക്ഷനായിട്ട് വരുന്നത്. അതാണ് തോട്ട്സ്, ഫീലിങ്സ്, ദെൻ ആക്ഷൻ. അപ്പോൾ ഈ ഒരു ആക്ഷൻ വരുമ്പോഴത്തേനും പലരും ഞാൻ എന്ത് ചെയ്തിട്ടും അങ്ങ് ശരിയാവുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം എന്ത് ചെയ്താലും ആ ഒരു ഫിയർ ഉള്ളിൽ കിടക്കുകയാണ്. ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി അങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു തോട്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിലിരുന്നിട്ട് അത് ആ ഒരു ഫീലിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തന്നെ അത് ആക്ഷനിൽ കൊണ്ടുവരുമ്പം ആ ഒരു ആക്ഷനാണ് റിസൾട്ടിലേക്ക് വരുന്നത്. അതായത് നമ്മളവിടെ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ പണ്ട് തൊട്ടേ കിട്ടിയിട്ടുള്ള ഈ ചിന്തകൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഫൈനലി ആ ഒരു റിസൾട്ട് വരുമ്പം അവിടെ ഒരു ഡൗൺ ആയി പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് സക്സസ് ആവും, വീണ്ടും ഡൗൺ ആവും. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാൻ കാരണം നമ്മൾ ഈ തോട്ട് പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ് കേട്ടോ. ചെറുപ്പത്തിൽ നമ്മളോട് പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അത് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് തോന്നുന്ന രീതികളും ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഒത്തിരി അപ്ഡേറ്റഡ് ആയില്ലേ, ഒത്തിരി മാറിയില്ലേ. അപ്പം നമുക്ക് ചിന്തിക്കാം, നമുക്ക് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. അതാണ് വേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു ഫോമുലയെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം കേട്ടോ. ഈ ഒരു ഫോമുലയെ മാറ്റി പിടിച്ചിട്ട് PTFAR എന്നാക്കാം. പ്രോസസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. അതായത് P എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ് ഓഫ് മാനിഫെസ്റ്റേഷൻ, തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻ, റിസൾട്ട്സ്. അതായത് ഈ P എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ എനിക്കത് കിട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആണ് നമ്മളുടെ ആ ഒരു തോട്ട്സിനെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു തോട്ട്സ് ഫീലിങ്സായി ആക്ഷനായി റിസൾട്ടിലേക്ക് വരണം. നമുക്കത് ഉറപ്പുണ്ടായിരിക്കണം, ഇത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ ഞാൻ സക്സസ് ആവും എന്നുള്ളത്. ഫെയിലിയറിനെ കുറിച്ചൊരു ചിന്ത പോലും അവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഫോമുലയും കാര്യങ്ങളുമൊക്കെ ഡി ഹാവേക്കറിൻ്റെ ഒരു ബുക്കിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഒരു ബുക്കാണ്, നിങ്ങൾക്ക് വായിക്കാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. അപ്പം ഈ ഒരു പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ, വളരെ ഈസിയാണ്. അതായത് ഞാനിപ്പോൾ ഫോമുല കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലേ കിട്ടിയ കുറേ ചിന്തകളുണ്ട്. അതായത് നമ്മുടെ ചെറുപ്പത്തിലിപ്പോൾ പല രീതിയിലാണ് തോട്ട്സ്. ഇപ്പോൾ ഒരു കളറിൻ്റെ കാര്യത്തിൽ ഡിസ്ക്രിമിനേഷൻസ് ഒരുപാടുണ്ടെന്ന് പറയും. ചെറുപ്പത്തിൽ ഇങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഒരുങ്ങി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ചെറുപ്പത്തിൽ ഇവരെ എന്തിന് അയ്യോ ഇത് കളർ കുറവാണല്ലോ മാറി നിൽക്കുന്ന പറഞ്ഞുകൊണ്ടുള്ള ഒരു പറച്ചിൽ ഇപ്പോഴും അവർ മറന്നിട്ടില്ല.
ആ ഒരു കാര്യം അവരുടെ മനസ്സിൽ എത്രത്തോളം മുറിവുണ്ടാക്കി എന്നുള്ളത് അത് കേട്ടവർക്കേ മനസ്സിലാവുള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ എനിക്ക് ചെറുപ്പത്തിലായാലും ഇപ്പോഴായാലും എനിക്ക് ആരെങ്കിലും എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. ആ ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അതെപ്പോഴും എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഫസ്റ്റ് ചിന്തിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് ചിന്തയായിരിക്കും. അയ്യോ, ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു എൻ്റെ സൗണ്ട് കൊള്ളത്തില്ല. അപ്പം ഞാൻ കുറേ നാൾ ഞാൻ പാട്ട് പാടുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോഴൊന്നും എനിക്കിത് കേട്ടില്ല. പക്ഷേ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് അതും ഞാൻ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞത്, എന്നിട്ട് സൗണ്ട് കൊള്ളത്തില്ല. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എനിക്കത് ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ എപ്പോഴും. പിന്നെ 1-2 വർഷം ഞാൻ യൂട്യൂബ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. എന്നുവെച്ചാൽ ആ ചിന്ത എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് അയ്യോ ഞാനിത് ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെയാണ് എൻ്റെ ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചിന്തയിലൂടെയാണ് ഞാൻ പിന്നെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ നമ്മളതാണ് പറയുന്നത്, നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കിടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫീലിങ്സ് ആവും, പിന്നെ അത് ആക്ഷൻ ആവും. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരിക്കും. അതാണ് ഈ ഒരു ഫോർമുല കൊണ്ട് അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് മാറ്റി തുടങ്ങേണ്ടത്? ഏറ്റവും ഇന്നറായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ആ ഒരു തോട്ട്സ് അവിടെയാണ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഇത്ര നാളും കിട്ടിയ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിരുന്നിരിക്കാം, നമ്മളോട് ഒരുപാട് പേര് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മൾ എന്ത് ചെയ്താലും ഇതൊന്നും ശരിയാകാൻ പോകുന്നു, നീ എന്ത് ചെയ്താലും ശരിയാകത്തില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ലുക്കിനെ അല്ലെങ്കിൽ ഹെയറിനെ, നമ്മുടെ സംസാരത്തെ, ബോഡി ഷേമിങ്ങിനെ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആയിക്കോട്ടെ, ഈ പറയുന്ന ആളുകളൊക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ആലോചിക്കുക. ആൻഡ് നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറയാം, നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മൾ വിചാരിക്കേണ്ടത് അവരൊരു പറയുന്നൊന്നുമല്ല. ഇപ്പം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കണം എനിക്കൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പറയുക. പണ്ട് പല നെഗറ്റീവ് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് പലരും പകർന്നു തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. നമ്മളിവിടെ കൈ വെച്ചുകൊണ്ട് പറയുക, നമ്മളുടെ ഇന്നർ തോട്ട്സാണ് നമ്മളുടെ ഔട്ടർ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് പറയുക. ഞാൻ ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞു, നമ്മുടെ ഇന്നർ തോട്ട്സാണ് നമ്മുടെ ഔട്ടർ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നർ തോട്ട്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം അതും നെഗറ്റീവായിരിക്കും. അതെപ്പോഴും ചിന്തിക്കുക. സോ തലയിൽ കൈ വെച്ചിട്ട് പറയുക, ഇനി ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നുള്ളത് വെർബലി ഈ ഒരു കാര്യം ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മൾ ഈ ഹാർട്ടിൽ ഇങ്ങനെ കൈ വെച്ച് പറയുമ്പോഴും തലയിൽ കൈ വെച്ച് പറയുമ്പോഴും ഈ ഒരു വൈബ്രേഷൻ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പം അത് ഓക്കെ കേട്ടു, പക്ഷെ നമ്മൾ എന്തെങ്കിലും കണ്ട് പഠിക്കുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെയ്യുന്നത് ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ, നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ ഹൃദയത്തിലും തലയിലും കൈ വെച്ചിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ ശരിക്കും നമ്മളുടെ ഹാർട്ടിലൂടെയും ഹെഡിലൂടെയൊക്കെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. എൻ്റെ ഇന്നർ തോട്ട്സാണ് എൻ്റെ ഔട്ടർ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് തൊട്ട് പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ആൻഡ് നമ്മൾ തലയിലും കൈ വെച്ചിട്ട് പറയുക. എപ്പോഴും നിങ്ങൾക്ക് എന്ത് കാര്യം പറയാനുണ്ടെങ്കിൽ, നിങ്ങളോട് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിലും നിങ്ങൾ ഹൃദയത്തിൽ അല്ലെങ്കിൽ തലയിലൊന്ന് കൈ വെച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഹൈ വൈബ്രേഷനിലിരുന്ന് സംസാരിക്കുക നിങ്ങളോട് തന്നെ. ഉറപ്പായിട്ടും നമുക്കൊരു ചേഞ്ച് ഉണ്ടാവാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെയൊക്കെ കമൻസിലൊക്കെ ഞാൻ കണ്ടിരുന്നു, പലരും കല്യാണം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണ് ഒരുപാട് പ്രശ്നങ്ങൾ. 3 കുട്ടികളെയും കൊണ്ട് ഭയങ്കര ഇഷ്യൂസായിരുന്നു. അപ്പം കുറേ സഹിച്ചു. അതിനുശേഷം ഇപ്പോൾ വീട് വിട്ടിറങ്ങി. അപ്പം സ്വന്തം വീട്ടിലാണ് 3 കുട്ടികളുമായിട്ട് മരിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു. എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയത്തിരുന്നാണ് നമ്മളുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഒരുപാട് ആശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിയാണ്, ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ആളുടെ ഹസ്ബൻഡ് ഒട്ടും സപ്പോർട്ടീവ് അല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഹസ്ബൻഡിനുള്ള ഒരു സ്നേഹം ഓർക്കുമ്പം തിരിച്ചു പോകണമെന്നുമുണ്ട്. ഒന്നാമത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാണിക്കുന്ന സ്നേഹം അതേ ഒരു അളവിലില്ലെങ്കിലും നമ്മളത് തിരിച്ചുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഭാര്യയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് അവിടെ ഭർത്താവാണല്ലേ. വേറെ ആര് നിന്നാലും അവർക്കൊരു സംതൃപ്തി ആവത്തില്ല അല്ലേ. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിൽക്കണം എന്ന് തന്നെ. വേറെ ആരും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടാവണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റേതല്ല, എല്ലാ സ്ത്രീകളുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കും. അതുണ്ടെങ്കിൽ അവളോടെ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും, അവളോട് കോൺഫിഡൻ്റ് ആയിരിക്കും.
അപ്പം എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി വർഷങ്ങളായിട്ട് ഈ ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം 12 വർഷമൊക്കെ ആയി. പിന്നെ ചെറുപ്പത്തിൽ തൊട്ട് കിട്ടിയിട്ടുള്ള ഓരോ ട്രോമകളുണ്ടാവും. ഈ ട്രോമകളെല്ലാം കൂടി നമ്മുടെ മനസ്സിനകത്തും തലയ്ക്കകത്തും കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ ഈ ഒരു കാര്യം കയറി വരും. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളെയൊക്കെ റിമൂവ് ചെയ്ത് കളയുക, മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുക. നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ നമുക്ക് മാത്രമേ സാധിക്കൂ, വേറെ ഒരാൾക്കും പറ്റില്ല. നിങ്ങൾക്ക് നല്ല നല്ല ബുക്സ് വായിക്കാം കേട്ടോ. അപ്പം അതൊന്നും സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെഡിറ്റേഷൻ രീതി വളരെ ഒരു ഷോർട്ടായിട്ടൊരു ഷോർട്ട് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഓരോന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ എന്നെ ഓക്കെ ആക്കാനായിട്ട് ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കും, ഈ ഒരു ഫ്ലോയിൽ നിന്നൊക്കെ പോകും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും നമ്മൾ പഴയ ട്രാക്കിലേക്ക് വരണം. കാരണം എപ്പോഴും ചിന്തിക്കുക, ഞാനൊന്ന് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാനൊന്ന് ഡൗൺ ആയാൽ ചിലപ്പം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് 1-2 തവണ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. പക്ഷേ പിന്നെ ഒരാളും വരില്ല. എല്ലാവർക്കും ചിലപ്പോൾ മടുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ വരും, ഞാൻ പിന്നെ ആരോടെങ്കിലുമൊക്കെ വിഷമം പറഞ്ഞ് ചാറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് 1-2 മണിക്കൂർ വിഷമങ്ങൾ പറഞ്ഞിരിക്കുക, അതിലൊന്നും കാര്യമില്ല. ഇവരോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് കിട്ടും. പക്ഷേ അതൊന്നും പെർമനൻ്റ് ആയിരിക്കണം എന്നില്ല. നമുക്ക് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുക. രാവിലെ എഴുന്നേറ്റിട്ട് ഡെഫിനറ്റ്ലി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അഫർമേഷൻസ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യണം. അത് രാവിലെയും വൈകിട്ടും ചെയ്താൽ അത്രയും നല്ലത്. ഒരു നേരമേ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങളത് ചെയ്യുക. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അഫർമേഷൻസ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, പിന്നെ ഒപ്പണൊപ്പണോ പ്രെയർ പറയാം കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തരാം. പിന്നെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമുക്ക് കുറേയധികം മെസ്സേജുകളും മെയിലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം വരും. പിന്നെ ഒരു പേപ്പർ ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇത്രയും നാളുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം അല്ലേ. ആ പ്രശ്നങ്ങളിനകത്താണ് ചുറ്റിനും ആ ഒരു പ്രശ്നങ്ങളുടെ സർക്കിളാണ് നമുക്ക് ചുറ്റും. ആ ഒരു വിഷമത്തിൽ ആ ഒരു നെഗറ്റിവിറ്റിയിലുമാണ് പലരും മെഡിറ്റേഷൻ ക്ലാസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കേൾക്കാറില്ല. അവരിങ്ങനെ കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളും പറയും, നമ്മളത് ചെയ്യണം. അപ്പം നമ്മളത് ചെയ്ത് ഓക്കെ ആകും. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ചിന്തകൾ അല്ലെങ്കിൽ പഴയ ട്രോമാസ് കയറി വരുമ്പോൾ വീണ്ടും വിഷമത്തിലേക്കാവും. അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ പ്രശ്നം അവിടെ തുടങ്ങണം. പാസ്റ്റിലായിരിക്കും, അപ്പോൾ അവിടെ തുടങ്ങി അവിടെ ക്ലിയർ ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ പുതിയൊരു സ്റ്റാർട്ടൊന്നുമല്ല. അപ്പോൾ അതവിടെ കിടക്കുക. നമ്മൾ ആ പഴയ കാര്യങ്ങളെ എല്ലാം അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബുക്കുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ തോട്ട്സിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കാനായിട്ടൊക്കെ പറ്റും. പല കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാവും. നമുക്ക് കുട്ടിക്കാലത്ത് തൊട്ട് കിട്ടിയ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ തോട്ട്സൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. പക്ഷേ പലരും അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും മൈൻഡിൽ നിന്ന് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നമുക്ക് പുതിയൊരു ലൈഫ് വേണം എന്തായാലും അല്ലേ. ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്കൊരു പുതിയ ലൈഫ് എന്തായാലും വേണം. അല്ലാതെ ഇങ്ങനെ പോയിട്ട് പറ്റില്ല. നമുക്കിങ്ങനെ പോയിട്ട് എത്ര പേരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ.